ഒരു പരിപാടി ഉണ്ടായിരുന്നു. നമസ്കാരം. തേജസിന്റെ പ്രണയപ്പക അവസാനിച്ച സ്ഥലമാണ് ഇവിടെ. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കൊല്ലത്ത് ഒരു അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടന്നിരുന്നു. സുഹൃത്തുമായിട്ടുള്ള ബന്ധം അത് തകർന്നതിന്റെ പേരിൽ ഒരു വീട്ടിലേക്ക് ഇടിച്ചു കയറുന്നു. അവിടെ സഹോദരനെയും അതേപോലെ തന്നെ പെൺകുട്ടിയുടെ പിതാവിനെയും കുത്തിക്കൊല്ലാൻ ശ്രമിക്കുന്നു. പ്രതി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു എന്ന് പറയുമ്പോഴും ആ പ്രതി കൊലപാതകത്തിന് ശേഷം നേരിട്ട് എത്തിയത് ഈ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്, ഈ റെയിൽവേ പാളത്തിലേക്കാണ്. ഇവിടെയാണ് ആ പ്രതിയായിട്ടുള്ള തേജസ് ആത്മഹത്യ ചെയ്തത് എന്നതാണ് വിവരം. കഴിഞ്ഞ ദിവസമാണ് ഏകദേശം വൈകുന്നേരം 6:30 പ്രതി ഇവിടെ എത്തുന്നത്. ഇവിടെ നിന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പോലീസുകാർ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആരാണ് എന്നതൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ആക്രമണത്തിന് പിന്നിലുള്ള പ്രതി തന്നെയാണ് ഇവിടെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത്. തേജസ് ഇവിടെ എത്തി ഏകദേശം ഈ ഒരു രണ്ടാമത്തെ ട്രാക്കിലാണ് സൂയിസൈഡ് ചെയ്യാനായി തിരഞ്ഞെടുത്തത് എന്നതാണ് വിവരം. ഏകദേശം ആ ഒരു പാലത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് സൂയിസൈഡിന് വേണ്ടി തേജസ് തിരഞ്ഞെടുക്കുന്നത്. അവിടെ നിന്ന് ട്രെയിൻ തട്ടി ഏകദേശം ദൂരേക്ക് ശരീരഭാഗങ്ങൾ ചിന്നിത്തെറിച്ചതായിട്ടാണ് ഇത് കണ്ടു നിന്ന ആളുകളൊക്കെ പ്രതികരിക്കുന്നത്. അതേസമയം ട്രെയിൻ തട്ടി ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി എന്നതിന് മുമ്പ് തന്നെ തേജസ് വരുന്ന വഴിയിൽ തന്നെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കൈഞ്ഞരമ്പ് മുറിച്ചതിന് ശേഷമാണ് ട്രെയിനിന് മുന്നിലേക്ക് തേജസ് എടുത്തു ചാടിയത് എന്നതാണ് വിവരം. ഇവിടെ എത്തി ആത്മഹത്യ ചെയ്ത വിവരം പോലീസ് അറിയുകയും പോലീസ് ഈ സംഭവ സ്ഥലത്തെത്തുകയും ചെയ്യുന്നു. സമീപ പ്രദേശത്തായിട്ട് തേജസിന്റെ വാഹനം നിർത്തിയിട്ടിരുന്നു. ആ വാഹനത്തിൽ നിന്ന് RC ബുക്ക് പരിശോധിച്ചപ്പോഴാണ് മരണപ്പെട്ടത് തേജസ് ആണ് എന്ന് മനസ്സിലാകുന്നത്. ഇതിനുശേഷമാണ് ഇത് കൊലപാതകത്തിന് ശേഷമുള്ള ആത്മഹത്യയാണ് എന്നുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. പ്രണയപ്പക തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ളത് എന്നത് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. പെൺകുട്ടിയുമായിട്ടുള്ള സൗഹൃദം, പ്രണയം ഇതൊക്കെ തന്നെയാണ് പിന്നീട് കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്. വിവാഹം നടത്താൻ പൂർണ്ണമായിട്ടുള്ള സമ്മതമൊക്കെ ഈ പെൺകുട്ടിയുടെ കുടുംബം നൽകിയിരുന്നു, വിവാഹത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷെ പിന്നീടുണ്ടായ ചില പ്രശ്നങ്ങൾ, അത് എന്താണ് എന്നത് പൂർണ്ണമായിട്ടും വ്യക്തമല്ല എങ്കിൽ പോലും തേജസിന് ജോലി ലഭിക്കാത്തതാണ് ഇവർ തമ്മിലുള്ള പ്രശ്നമായി മാറിയതെന്ന സൂചനയുണ്ട്. അതിന്റെയൊക്കെ പേരിലാണ് തേജസ് ആത്മഹത്യ ചെയ്യുന്നത്. അതേപോലെ തന്നെ കൊലപാതകങ്ങളൊക്കെ നടത്തുന്നത്. ഫെബിൻ എന്ന് പറയുന്ന സഹോദരൻ, അതായത് പെൺകുട്ടിയുടെ സഹോദരനെ കുത്തി പരിക്കേൽപ്പിക്കുകയും പിതാവിനെയും ആക്രമിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് കൊലപാതകം ആത്മഹത്യ നടത്തുന്നത്. ഈ കൊലപാതക ശ്രമത്തിനിടെ പിതാവ് രക്ഷപ്പെട്ടിട്ടുണ്ട്. പിതാവ് ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം ഈ സഹോദരൻ മരണപ്പെട്ടു എന്ന വിവരമാണ് കഴിഞ്ഞ ദിവസം ഏറെ സങ്കടത്തോടെ തന്നെ പുറത്തു വന്നിരുന്നത്. ഈ കുട്ടിക്ക് ഈ പെൺകുട്ടിയുമായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പിലുള്ള പരിചയമാണ്. ഇവർ സുഹൃത്തുക്കളായിരുന്നു, കോളേജിൽ ഒരുമിച്ച് പഠിച്ച ആളുകളാണ്. ഇതിനിടയിലാണ് ഇവർ പ്രണയത്തിലായത് എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പ്രണയത്തിലായതിനു ശേഷം ഇവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം 6 മാസം മുമ്പാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം ഉണ്ടാകുന്നത് എന്നതാണ് വിവരം. കാരണം ഈ പെൺകുട്ടിയും ഈ പ്രതിയായിട്ടുള്ള ആത്മഹത്യ ചെയ്ത തേജസും പഠിച്ചതും എൻട്രൻസ് എക്സാമുകളൊക്കെ എഴുതിയതുമൊക്കെ ഒരുമിച്ച് തന്നെയായിരുന്നു. പക്ഷേ പെൺകുട്ടിക്ക് നല്ല മികച്ചൊരു ജോലി ലഭ്യമാകുന്നു, ബാങ്കിൽ ജോലി ലഭ്യമാകുന്നു. അതിന്റെ ഭാഗമായി കോഴിക്കോട് പോകുന്നു. അവിടെ നിന്ന് വീണ്ടും അതിനേക്കാൾ ഉയരത്തിലുള്ള മറ്റു ജോലി ലഭ്യമായി എന്നും, പക്ഷെ ആ സമയത്തും ജോലിയില്ലാതെയായിരുന്നു തേജസ് ഉണ്ടായിരുന്നത് എന്നുമാണ് വിവരം. കൊലപാതകം നടത്തിയതിനു ശേഷം തേജസ് നേരിട്ട് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ഏകദേശം ഈ കൊലപാതകം നടന്ന വീട്ടിൽ നിന്നും 1.5 കിലോമീറ്ററോളം ദൂരം ഇവിടേക്കുണ്ട്. ഏകദേശം ഈ ഒരു സ്ഥലത്തായിട്ടാണ് തേജസ് അവന്റെ വാഹനം പാർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് വാഹനത്തിനുള്ളിൽ നിന്ന് തന്നെ സൂയിസൈഡ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ തേജസ് നടത്തിയിരുന്നു എന്ന വിവരങ്ങൾ പോലീസിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും കൊലപാതകവും ആത്മഹത്യയും അത് ഈ പ്രതിക്ക് തീർച്ചയായിട്ടും ഉറപ്പുള്ള ഒരു കാര്യമായിരുന്നു. പൂർണ്ണമായി അത് പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇവിടെ എത്തിയത് എന്നത് ഈ സീനുകളൊക്കെ കാണുമ്പോൾ വ്യക്തമാകുന്നുണ്ട്.